എല്ലാവർക്കും നമസ്കാരം. ബാക്ക് ടു ഹിസ്റ്ററിയുടെ ഇന്നത്തെ ഈ ചരിത്ര ക്ലാസ്സിലൂടെ മാർച്ച് 8 നടന്ന +2 ഹിസ്റ്ററി മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അപഗ്രഥിക്കുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 160 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 160 മാർക്കിലെ ചോദ്യങ്ങളിൽ 120 മാർക്കിന് ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളും 40 മാർക്കിന് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളുമായിരുന്നു. അപ്പോൾ നമുക്ക് ചോദ്യപേപ്പർ ഒന്ന് വിശദമായി അവലോകനം ചെയ്യാം. താരതമ്യേന എളുപ്പമുള്ള ഒരു ചോദ്യപേപ്പറാണ് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് പബ്ലിക് പരീക്ഷ ഇത്ര എളുപ്പമായിരിക്കും എന്നൊരു ധാരണയോടുകൂടി ഇരിക്കുന്നതിൽ അർത്ഥമില്ല. കുറച്ചുകൂടെ നന്നായിട്ട് നമ്മൾ പരീക്ഷയെ കാണേണ്ടതുണ്ട്. മാത്രമല്ല, തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ 40 മാർക്കോളം ഫോക്കസ് ഏരിയയിൽ നിന്നല്ലാതെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മാക്സിമം സ്കോർ എന്നത് 80 മാർക്കാണ് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ചരിത്ര പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം സമയം ഒരു പ്രധാന വിഷയമാണ്. അറിയുന്നതെല്ലാം എഴുതി വെച്ച് സമയമില്ലാത്ത ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. നിങ്ങൾക്ക് ഏറ്റവും നന്നായി അറിയുന്ന 80 മാർക്കിൽ ഉൾപ്പെടുന്ന ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോവിങ് ആണ്, 5 മാർക്കിൻ്റെ. എ കോളത്തിൽ ബഹദൂർ ഷാ, നാനാ സാഹിബ്, കൻവർ സിംഗ്, ബിർജിസ് ഖാദർ, ഷാമൽ. ബി കോളം ലക്നൗ, ബറൌട്ട്, ഡൽഹി, കാൺപൂർ, ആര. ആൻസർ ബഹദൂർ ഷാ കലാപം നയിച്ച സ്ഥലം ഡൽഹി, നാനാ സാഹിബ് കാൺപൂർ, കൻവർ സിംഗ് ആര, ബിർജിസ് ഖാദർ ലക്നൗ, ഷാമൽ ബറൌട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 5 ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതം, ടോട്ടൽ 5 മാർക്കാണ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ്, ഹൂ ഫൗണ്ടഡ് ദ മൗര്യൻ എംപയർ? ആൻസർ ചന്ദ്രഗുപ്ത മൗര്യ. സെക്കൻഡ്, പ്രയാഗ പ്രശസ്തി വാസ് കമ്പോസ്ഡ് ബൈ? പ്രയാഗ പ്രശസ്തി രചിച്ചത് ഹരിസേന. തേർഡ്, ദ ഫസ്റ്റ് ഗോൾഡ് കോയിൻ ഇൻ ആൻഷ്യൻ ഇന്ത്യ വാസ് ഇഷ്യൂഡ് ബൈ? ആൻഷ്യൻ ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ നാണയങ്ങൾ ഇറക്കിയത് കുശാനാസ്. ഫോർത്ത് വൺ, വിച്ച് എമംഗ് ദ ഫോളോവിങ് വാസ് എ പ്രൊവിൻഷ്യൽ സെൻറ്റർ ഓഫ് മൗര്യാസ്? മൗര്യന്മാരുടെ ഒരു പ്രൊവിൻഷ്യൽ സെൻറ്റർ ഏതാണെന്നാണ്. ആൻസർ സുവർണഗിരി. 5, ഐഡൻറ്റിഫൈ ദ ചീഫ്ടം വിച്ച് റൂൾസ് തമിഴകം? ആൻസർ ചോളാസ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെയാണ്. അത് പൂരിപ്പിക്കാനുള്ളതാണ്. അതിൽ ഒന്നാമത്തത്, മഹാവീരൻ ഇന്ത്യയിലാണ്. അപ്പോൾ സോക്രട്ടീസ് ജനിച്ചത് എവിടെയാണെന്നാണ്. സോക്രട്ടീസ് ഗ്രീസിലാണ്. 2, ബുദ്ധാസ് എൻലൈറ്റ്മെൻറ്റ്. ബുദ്ധന് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയത് ബോധഗയയിലാണ്. ബുദ്ധാസ് ഫസ്റ്റ് സർമൺ. ബുദ്ധൻ്റെ ആദ്യത്തെ പ്രഭാഷണം നടത്തിയത് എവിടെയെന്നാണ് ചോദ്യം. സാരാനാഥാണ് ആൻസർ. അടുത്തത്, മഹായാന ബുദ്ധമതം. മഹായാന എന്ന വാക്കിനർത്ഥം ഗ്രേറ്റ് വെഹിക്കിൾ. അപ്പോൾ ഹീനയാനം എന്നവിടെ നമ്മൾ എഴുതേണ്ടത് ലെസർ വെഹിക്കിൾ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭിക്ഷുക്കൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ്. ഭിക്കൂസ്. തീർത്ഥങ്കരാസ് ജൈനമതവുമായി ബന്ധപ്പെട്ടതാണ്. സരതുസ്ട്ര ഇറാനിലെ ജനങ്ങളാണ്. ഇപ്പോൾ കോങ്സി ചൈനയുമായി ബന്ധപ്പെട്ടതാണ്. നാലാമത്തെ ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രൊനോളജിക്കൽ ഓർഡർ. കാലഗണന അനുസരിച്ച് എഴുതാനാണ്. സംഭവങ്ങൾ തന്നിട്ടുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹം, കുണ്ടറ പ്രൊക്ലമേഷൻ, കുറിച്യ റിവോൾട്ട്, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, മലബാർ റെബല്യൻ. ഗുരുവായൂർ സത്യാഗ്രഹം 1931, കുണ്ടറ പ്രൊക്ലമേഷൻ 1809, കുറിച്യ റിവോൾട്ട് 1812, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ 1936, മലബാർ റെബല്യൻ 1921. ഇനി നമുക്കത് റീഅറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് കുണ്ടറ പ്രൊക്ലമേഷൻ, സെക്കൻഡ് വൺ കുറിച്യ റിവോൾട്ട്, തേർഡ് വൺ മലബാർ റെബല്യൻ, 4 ഗുരുവായൂർ സത്യാഗ്രഹം, 5 ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. ഇനി അടുത്തത് മാപ്പ് ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ടതാണ്. ഹാരപ്പൻ നാഗരികതയിലെ
ബന്ധപ്പെട്ട സൈറ്റുകൾ അടയാളപ്പെടുത്താനുള്ളതാണ്. ലോത്തൽ, ചാൻഹുദാരോ, നാഗേശ്വർ, മോഹൻജോദാരോ, ബൻവാലി തുടങ്ങിയ സ്ഥലങ്ങളാണ് അടയാളപ്പെടുത്താനുള്ളത്. അടുത്തത് 6 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങളാണ്. 2 മാർക്ക് വീതമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വേർ ദ സ്ട്രാറ്റജീസ് യൂസ്ഡ് ബൈ ദ ഹാരപ്പൻസ് ടു പ്രൊക്യൂർ റോ മെറ്റീരിയൽ? അസംസ്കൃത വസ്തുക്കൾ കരസ്ഥമാക്കാൻ ഹാരപ്പൻ ജനത ഉപയോഗിച്ചിരുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്നാണ് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സെറ്റിൽമെൻറ്റ്, അധിവാസ കേന്ദ്രങ്ങളുടെ സ്ഥാപനം. 2, സെൻഡിങ് എക്സ്പെഡിഷൻസ്, പര്യടനങ്ങൾ അയക്കൽ. 7th ക്വസ്റ്റ്യൻ, മെൻഷൻ എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ സ്ക്രിപ്റ്റ്. ഹാരപ്പൻ ലിപിയെക്കുറിച്ച് എഴുതാനാണ്. ഫസ്റ്റ് വൺ, ഇറ്റ്സ് എ പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ്. ഇതൊരു ചിത്ര ലിപിയായിരുന്നു. മോസ്റ്റ് ഇൻസ്ക്രിപ്ഷൻസ് ആർ ഷോർട്ട്. ദ ലോങ്ങസ്റ്റ് കണ്ടെയ്ൻ എബൌട്ട് 26 സൈൻസ്. ഒരു വലിയ ലിപി 26 ചിഹ്നങ്ങളേ ഉള്ളൂ. ദ സ്ക്രിപ്റ്റ് വാസ് റിട്ടൺ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. വലതു നിന്നും ഇടതോട്ടായിരുന്നു എഴുതിയിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 8th വൺ, ഐഡൻറ്റിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് മഹായാന ബുദ്ധിസം. ഫസ്റ്റ് വൺ, ദ വേർഡ് മീനിങ് മഹായാന ലിറ്റററി മീൻസ് ദ ഗ്രേറ്റ് വെഹിക്കിൾ. സെക്കൻഡ് വൺ, ദേ ഫൗണ്ട് ബുദ്ധ ആസ് എ സേവിയർ ആൻഡ് വർഷിപ്പ്ഡ് ഹിം ആസ് എ ഗോഡ്. Mahayanists believed in the idol of Bodhisattva. Every follower of Mahayanism is to be a Bodhisattva. ബോധിസത്വന്മാരാവാനാണ് മഹായാന ബുദ്ധമതക്കാർ ശ്രമിക്കുന്നത്. ബുദ്ധനെ ദൈവമായിട്ടാണ് ഇവർ ആരാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 പ്രിൻസിപ്പിൾസ് ഓഫ് ജൈനിസം. ജൈനമതത്തിൻ്റെ 2 തത്വങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, അഹിംസ or non-violence is the central philosophy of Jainism. Second one, the karma or salvation, attainment of salvation is the basic aim of Jainism. It can be attained through the 3 ratnas: right knowledge, right faith and right action. These are the 3 ratnas of Jainism. ജൈനമതത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് അഹിംസയാണ്. ജൈനമതം കർമ്മ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അറ്റൈൻമെൻറ്റ് ഓഫ് സാൽവേഷൻ, അതുപോലെ ജൈനമതത്തിൻ്റെ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത് ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി, ഇവയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10, ഡിഫൈൻ ദ ടേംസ് ജമ ആൻഡ് ഹസിൽ. ദ first stage in the land revenue system of Mughal state was the assessment of the amount of land tax. This amount thus assessed was called jama. മുഗൾ കാലഘട്ടത്തിൽ നികുതി പിരിക്കുന്ന സമയത്ത് നികുതിയായി കണക്കാക്കുന്ന ആ തുകയാണ് ജമ എന്ന് പറഞ്ഞിരുന്നത്. The second stage was the actual collection of amount. The amount thus collected was called hasil. നികുതിയായി പിരിക്കുന്ന തുകയെയാണ് ഹസിൽ എന്ന് പറഞ്ഞിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11, റൈറ്റ് എ നോട്ട് ഓൺ മുഖദം. ഇൻ മുഗൾ പീരീഡ് ദ പഞ്ചായത്ത് വാസ് ഹെഡഡ് ബൈ എ ഹെഡ്മാൻ ഹു ഈസ് നോൺ ആസ് മുഖദം ഓർ മണ്ഡൽ. ഹി വാസ് ചൂസൺ യുനാനിമസ്ലി ബൈ എ വില്ലേജ് എൽഡേഴ്സ്. വില്ലേജ് ഹെഡ്മാനെ, മുഗൾ കാലഘട്ടത്തിൽ വില്ലേജ് ഹെഡ്മാനെയാണ് മുഖദം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തെ വില്ലേജിലെ മുതിർന്ന അംഗങ്ങൾ ചേർന്ന് ഐക്യകണ്ഠേനയാണ് തെരഞ്ഞെടുത്തിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12, നെയിം എനി 2 ക്രോണിക്കിൾസ് കമ്പോസ്ഡ് ഡ്യൂരിങ് ദ മുഗൾ പീരീഡ്. മുഗൾ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട 2 ക്രോണിക്കുകളെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഐനി അക്ബറി, അക്ബർ നാമ ബൈ അബുൽ ഫസൽ, ബാബർ നാമ ഓർ തുസുക്കി ബാബരി ബൈ ബാബർ. ബാബറിൻ്റെ തുസുക്കി ബാബരിയും അതുപോലെ തന്നെ അബുൽ ഫസൽ എഴുതിയ ഐനി അക്ബരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വേർ ചോട്ടേദാർസ്.
ആരാണ് ചോട്ടേദാർമാർ? The end of the 18th century, there was a rich peasant class emerged in Bengal. They were known as Chotedars. They were the owners of vast areas of land. 18ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തോടെ ബംഗാളിൽ ഉയർന്നു വന്ന വളരെ സമ്പന്നരായ ഒരു കർഷക വിഭാഗമായിരുന്നു ചോട്ടേദാർമാർ. അവരുടെ കൈവശം ധാരാളം ഭൂമി ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Why did Sandals fight against the British? സന്താൾമാർ എന്തിനാണ് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തത്? The state was levying heavy tax on Sandals. They also exploited by Zemindas and money lenders. Name any two images associated with the revolt of 1857. 15ാമത്തെ ചോദ്യം. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട 2 ചിത്രീകരണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, തോമസ് ജോൺ ബാർക്കേഴ്സ് ദ റിലീഫ് ഓഫ് ലക്നൗ. സെക്കൻഡ് വൺ, ജോസഫ് നോയൽ പാറ്റേൺസ് ഇൻ മെമ്മോറിയം. നമ്പർ 16. Write any two early struggles involved by Mahatma Gandhi in India. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ പരീക്ഷണങ്ങളെക്കുറിച്ചാണ്, ആദ്യകാല അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ചാണ്. ചമ്പാരൻ ആൻഡ് ഖേദ. നമ്പർ 17. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് നെയ്തൽ തിന? നെയ്തൽ തിനയിലെ സവിശേഷതകൾ എന്തൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. It is the coastal area, coastal zone. The people of Neithal practiced fishing and salt making. Distinguish between Swarupams and Sanketham. സ്വരൂപവും സങ്കേതവും എന്തെന്ന് വ്യക്തമാക്കാനാണ്. സ്വരൂപം വാസ് ദ ഓട്ടോണമസ് റീജിയൻ controlled by the powerful matrilineal joint family. Sankedam was a quasi-autonomous territory consisting of several villages. It was organized around a Brahmanical village. Next question. Prepare a short note on Ayyangali. അയ്യങ്കാളിയെക്കുറിച്ച് എഴുതാനാണ്. ഹി വാസ് ബോൺ ഇൻ 1863 അറ്റ് വെങ്ങാനൂർ ഇൻ ട്രിവാൻഡ്രം. സാധുജന പരിപാലന സംഘം വാസ് ഹിസ് ഓർഗനൈസേഷൻ. ഹി ആൾസോ ഓർഗനൈസ്ഡ് കല്ലുമാല അജിറ്റേഷൻ. ക്വസ്റ്റ്യൻസ് ഫ്രം 20 to 25 carries 3 scores each. First question. Briefly describe the factors that led to the rise of മഗധ. മഗധയുടെ ഉയർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇറ്റ് ഈസ് എ ഫെർട്ടൈൽ റീജിയൻ. അയൺ മൈൻസ് നിയർ ദ ക്യാപിറ്റൽ വേർ ഈസിലി അക്സസിബിൾ ടു മഗധ. എലിഫന്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ഓഫ് ആർമി വേർ ഈസിലി അക്സസിബിൾ ടു മഗധ. ഫലഭൂയിഷ്ഠമായ പ്രദേശമായിരുന്നു. അതുപോലെ തൊട്ടടുത്തുള്ള ഇരുമ്പ് ഖനികൾ മഗധയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. അതുപോലെ മഗധയുടെ മഗധയിലെ സൈന്യത്തിലെ ഒരു പ്രധാന വിഭാഗമായിരുന്നു ആനകൾ. തൊട്ടടുത്തുള്ള കാടുകളിൽ നിന്നൊക്കെ ഇവ സുലഭമായി ലഭിക്കുന്നു. ഈ കാരണങ്ങളൊക്കെ മഗധയുടെ ഉയർച്ചയ്ക്ക് കാരണമായി. ക്വസ്റ്റ്യൻ 22. വാട്ട് ഈസ് ബുദ്ധ സംഘ? എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചർ. സോറി, 21ാമത്തെ ചോദ്യമാണ്. ഹൗ ഡിഡ് ദ ആർക്കിയോളജിസ്റ്റ് ഐഡൻറ്റിഫൈ ദ സെൻറ്റേഴ്സ് ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഇൻ മഗധ? ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഇൻ ഹാരപ്പ. ഹാരപ്പയിലെ കരകൗശല ഉൽപ്പാദന കേന്ദ്രങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയതെങ്ങനെ എന്നതാണ് ചോദ്യം. എ ലാർജ് നമ്പർ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഒബ്ജക്ട്സ് ഹെൽപ്പ് ദ ആർക്കിയോളജിസ്റ്റ് ടു ഐഡൻറ്റിഫൈ ദ സെൻറ്റേഴ്സ് ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻസ്.
The important among them are: first one, raw materials like stone noodles, whole shells and copper ore. Second one, tools. Third one, unfinished objects. Fourth one, rejects and waste material. ഇതൊക്കെ ഈ ഒരു ഇത്തരത്തിലുള്ള വസ്തുതകളിൽ നിന്നും കരകൗശല ഉൽപാദന കേന്ദ്രങ്ങൾ തിരിച്ചറിയാൻ ആർക്കിയോളജിസ്റ്റുകളെ സഹായിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബുദ്ധ സംഘ? എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ്. Buddha founded a Sangha, an organization of monks. These monks too became the teachers of Dhamma. The Sangha was organized on democratic lines. Mahaprajapati Gautami, Buddha's foster mother, was the first woman and admitted into the Sangha as a bhikshuni. Next question, distinguish between Gangas and Sinsilas. ഗാൻകകളും സിൻസിലകളും തമ്മിൽ അവയുടെ വ്യത്യാസം എന്താണെന്നാണ് ആൻസർ. ദ സൂഫീസ് ബിഗാൻ ടു ഓർഗനൈസ് കമ്മ്യൂണിറ്റീസ് അറൗണ്ട് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കാൾഡ് ഗാൻക. ഗാൻക വാസ് നോട്ട് മിയർലി എ ഹെർമിറ്റേജ് ഓഫ് ദ സൂഫീസ് ആൻഡ് ദെയർ disciple. It was also a center of Sufi teaching and activities. The Gangas were controlled by a teaching master known as Sheikh or Murshid. അതായത് സൂഫി വര്യരും സൂഫി ശിഷ്യന്മാരും തമ്മിൽ താമസിക്കുന്ന ഇടങ്ങളാണ് ഗാൻകകൾ. ഗാൻകകളിൽ വെച്ചാണ് പഠനങ്ങളൊക്കെ നടന്നിരുന്നത്. സിൽസിലാസ്, it is a order. Sufism was organized into many orders. ഈ ഓർഡറുകളാണ് സിൽസിലകൾ എന്നറിയപ്പെടുന്നത്. സൂഫി സിൽസിലാസ് ബിഗാൻ ടു ഡെവലപ്പ്. സിൽസിലാസ് ലിറ്റററി മീൻ ചെയിൻ. ദ സിഗ്നിഫിക്കൻസ് എ കണ്ടിന്യൂസ് ലിങ്ക് ബിറ്റ്വീൻ മാസ്റ്റർ ആൻഡ് ഡിസൈപ്പിൾ. സിൻസില എന്ന വാക്കിന് അർത്ഥം ചങ്ങല എന്നതാണ്. സൂഫി വര്യനും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും തമ്മിലുള്ള അണമുറിയാത്ത ബന്ധമാണ് സൂഫിസത്തിൻ്റെ അടിസ്ഥാനം. ക്വസ്റ്റ്യൻ നമ്പർ 24, elucidated how rumors and prophecies led to the revolt of 1857. കിംവദന്തികളൊക്കെ 1857 വിപ്ലവത്തിലേക്ക് നയിച്ചത് എങ്ങനെയാണ് എന്നതാണ് അടുത്ത ചോദ്യം. Rumors and prophecies played a significant role in the revolt of 1857. There was a rumor that the new cartridge of Royal Enfield rifle were greased with the fats of cows and pigs. The rumor spread like a wildfire across the sepoys line of North India. Some people spread the rumor that the British had mixed the bone dust of cows and pigs into the flour that was sold in the market. There was another rumor that the British were trying to convert Indians to Christianity. Such these rumors caused for the accelerated also caused for the revolt of 1857. അടുത്ത ചോദ്യം, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ പഴശ്ശി റിവോൾട്ട്. പഴശ്ശി വിപ്ലവത്തെക്കുറിച്ച് കുറിപ്പെഴുതാനാണ്. The Parshi revolt has two phases. The first phase was 1793 to 1797. Another second phase was 1800 to 1805. It was against the land tax policy of the British. The British imposed heavy tax on the people of Malabar. The British suffered heavy losses at the first stage of Parshi revolt. The immediate cause for the second Parshi revolt was the British move to take possession of Wayanad. Finally, Parshi was killed at Mavilathod in Wayanad in
13th November 1805. Thomas Harvey Baber, the sub-collector of Talassery, who led the force against Pazhashi Raja. Questions from 26 to 33 carries 4 scores each. 26. Elucidate the causes that led to the decline of Harappan civilization. ഹാരപ്പൻ നാഗരികതയുടെ തകർച്ചയുടെ കാരണങ്ങളാണ് ക്ലൈമറ്റ് ചേഞ്ച്, ഡിഫോറസ്റ്റേഷൻ, എക്സസീവ് ഫ്ലഡ്സ്, എർത്ത്ക്യൂക്സ്, ഫാമിൻസ് ആൻഡ് എപ്പിഡമിക്സ്, ആര്യൻ ഇൻവേഷൻ എക്സെട്ര. നമ്പർ 27. Explain the structure of stupas. Stupa is a Sanskrit word which means heap or mound. Stupas were simple semicircular mound of earth. It was called anda. Above the anda, a balcony-like structure was built. It was called harmiga. Arising from the harmiga was a mast called the yasti. It was often surrounded by a chhatri or umbrella. Number 28. How did Ibn Battuta describe the Indian cities? ഇന്ത്യൻ നഗരങ്ങളെക്കുറിച്ച് ഇബിൻ ബത്തൂത്തയുടെ കാഴ്ചപ്പാടാണ്. ഇബിൻ ബത്തൂത്ത stated that Indian cities had many exciting opportunities for those who had ambitious resources and skill. Indian cities were densely populated and prosperous. Ibn Battuta described Delhi as a vast city with a great population. Another big city that was mentioned by him, Daulatabad. The bazaars of Indian cities were not only places of economic transaction but also the centers of social and cultural activities. Number 29. Explain how francoise Bernier illustrated the land ownership of the Mughal India. According to Bernier, there was a fundamental difference between Mughal India and Europe. It was the lack of private property in land in Mughal India. He believed that crown ownership of land was harmful for both the state and his people. He thought that in the Mughal period, the emperor owned all the land. He argued that due to the crown ownership of landholders could not transfer their land to their children. They were not interested to make any long-term investment in the land. Number 30. What are the differences of Vijayanagara fortifications? Answer. The capital city was the head. The significant feature of the city of Vijayanagara was his strong fortification, huge and strong fortifications. The whole city was enclosed by this fortress wall. Abdur Razak, an ambassador sent by the ruler of Persia to Calicut in the 5th century, was generally impressed by these fortifications. No mortar or cementing agent was used in the construction of fortification. The wall was constructed with a wedge-shaped block of stone. The most significant feature of the fortification is that it enclosed agricultural tracts. A third line of fortification surrounded by the royal complex was protected by a second line of fortification. Question number 31. Explain the capital city of Mughals. മുഗൾ രാജകീയ നഗരങ്ങളെക്കുറിച്ച് വിശദമാക്കാനാണ്. The capital city was the heart of the Mughal Empire. Babur
captured the Lodi capital of Agra and made it his capital. In 1570, Babur built a new capital, Fatehpur Sikri. It is located on the direct road to Ajmer. Shah Jahan had a passion for culminating magnificent building. In 1648, he shifted his capital from Agra to Shahjahanabad. His new city showed the vision of grand monarchy. Number 32. Briefly explain Quit India movement. Quit India പ്രസ്ഥാനത്തെക്കുറിച്ച് വിശദമാക്കാനാണ്. The third mass movement led by Mahatma Gandhi was Quit India movement. The Quit India resolution passed by Indian National Congress on August 8, 1948 at Mumbai Congress session. The Quit India movement started on August 9. Gandhi called upon the people to enter into the battlefield with the mantra do or die. It is a mass movement and brought the British Raj to its knees. Question number 33. Elucidate the recommendation of cabinet mission. Cabinet missionന്റെ നിർദ്ദേശങ്ങളെക്കുറിച്ച് എഴുതാനാണ്. In March 1926, the British cabinet sent 3-member mission to Delhi to negotiate with the Indian leaders. Lord Pettigrew, Sir Stafford Cripps and A.V. Alexander were the members of the cabinet mission. The major recommendations of cabinet mission are the creation of a loose confederation consisting of British Indian provinces and Indian state. India was to remain united. Number 2, the central government would deal with foreign affairs, defense and communications. Other subjects would be administered by the province and princely state. Number 3, the existing provincial assemblies were to be grouped into 3 sections like A, B and C. Section A would consist of Hindu majority provinces. Section B would consist of the Muslim majority provinces of the northwest. Section C would consist of the Muslim majority province of northeast, including Assam. There would be a constituent assembly to frame a constitution for India. Until the frame of a new constitution, an interim government was to be formed. It would consist of leaders of various political parties. Question from 34 to 38 carries 5 score each. 34 മുതൽ 38 വരെയുള്ള ചോദ്യം 5 മാർക്ക് വീതമാണ്. Number 34. Question number 34. Describe the വീരശൈവ tradition in കർണാടക. കർണാടകത്തിലെ വീരശൈവ പാരമ്പര്യത്തെക്കുറിച്ച് വിശദമാക്കുക. 12th century witnessed the emergence of a new movement in Karnataka led by Basavanna. His followers were known as Veerashaivas or Lingayas. Its philosophy was influenced by the teachings of Shankara and Ramanuja. They were the followers of Shiva, worshipped Shiva in Linga form. They challenged the idea of caste and pollution. Next question. Question number 35. Explain the ideal occupation of the Varnas existed in ancient India. The Dharma Sutras and Dharma Shastras also contained rules about the ideal occupation of the 4 categories or Varnas. Brahmanas were supposed to study and teach the Vedas, perform sacrifice and give and receive gifts. Kshatriyas were engaged in the warfare, protect people, administered justice, study the Vedas, etc.
The last three occupations were also assigned to the Vaishyas. In addition, they were expected to engage in agriculture, pastoralism, and trade. Shudras were assigned only one occupation, that was serving the three higher varnas. Number 36. Prepare a short note on the royal center of Vijayanagara. Answer. Vijayanagara, the royal center located in the southwestern part of Vijayanagara. It had more than 60 temples. The royal center had about 30 palaces. Mahanavami Dipa. The King Palace is the largest complex. The King Palace has two most impressive platforms, Audience Hall and Mahanavami Dipa. The Audience Hall is high in a high platform. The Mahanavami Dipa located on the highest point of the city. Lotus Hazara Ramaswamy Temple, Elephant Stable are another important building in the royal center. Next question. What are the elements to be considered by the historians while analyzing the text like Mahabharata? Explain. മഹാഭാരതം പോലുള്ള ടെസ്റ്റുകൾ പരിഗണിക്കുന്ന സമയത്ത് ചരിത്രകാരന്മാർ അപഗ്രഥിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിശദമാക്കുക. ആൻസർ. Historians consider several elements while they analyze Mahabharata. The most important them are: they examine the language of the text, whether the texts are written in Prakrit, Pali, Tamil or in Sanskrit. They also consider the kinds of text, whether these were mantras or stories. Third factor, they try to find out about the author and their perspectives and idea that shaped the text. They also try to find out the intended audience, as the authors keep the interest of their audience in mind while composing their work. Finally, they try to locate the date and place of the composition of the text. Next question. Explain the silent features of the Virupaksha temple and Vittala temple found in the sacred center of the Vijayanagara empire. Answer. Virupaksha temple. It was built over centuries. There is a hall in front of the main shrine built by Krishnadevaraya to make his accession to the throne. Several halls were built into the temple complex. In some halls, the images of gods were placed to witness special programs of music, dance, drama, etc. Vittala temple. The principal deity of the temple was Vittala, a form of Vishnu. This temple has several halls. A silent feature of the temple complex is the chariot street that extended from temple Gopuram in a straight line. Question 39 to 48 carries 8 scores each.
39 മുതൽ 42 വരെയുള്ള ചോദ്യങ്ങൾ എസ് എ ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിൻ്റെയാണ്. എസ് എ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതേണ്ടത് നമുക്കറിയാവുന്നതാണ്. അതിനൊരു ആമുഖം വേണം, പോയിന്റുകളൊക്കെ അടിയിൽ വരയ്ക്കണം, പിന്നെ പാരഗ്രാഫ് തിരിച്ച് എഴുതണം, കൺക്ലൂഷൻ വേണം. അപ്പോൾ ആ രീതിയിൽ എഴുതിയാലേ നമുക്ക് എസ് എയുടെ മുഴുവൻ മാർക്കും കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിന്നിവിടെ പറയുന്നത്, ഞാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ എസ് എയിലെ ഇവിടെ ഞാൻ പരാമർശിക്കുന്നുള്ളൂ. നല്ല രീതിയിൽ എസ് എ നിങ്ങൾ നന്നായി എഴുതി പഠിച്ച് തന്നെ പരീക്ഷയ്ക്ക് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 39. ഡിസ്ക്രൈബ് ദ ടൗൺ പ്ലാനിങ് ഓഫ് മൊഹൻജൊദാരോ. മൊഹൻജൊദാരോയിലെ നഗരാസൂത്രണത്തെക്കുറിച്ചാണ് എസ് എ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഹാരപ്പൻ നാഗരികതയുടെ കാലഘട്ടവും മൊഹൻജൊദാരോയെക്കുറിച്ചൊക്കെ വിശദമായി എഴുതേണ്ടതാണ്. മൊഹൻജൊദാരോ situated on the bank of river Indus in the Larkana district of Sindh. Mohenjo-daro literally means the mound of the dead. The city was divided into two sections, the citadel and the lower town. The citadel, it is a small artificial platform on the western side of the city, considered on mud brick platforms. The citadel was fortified with wall. It consisted number of large buildings. Great Bath. It was a large rectangular tank in a courtyard surrounded by a corridor on all sides. There was rooms on three sides. Water from the tank flowed into the huge drain. Lower Town. Domestic architecture. Lower Town was situated on the eastern side of the city. It was a residential area. The houses were arranged according to the grid system. The houses were built along both the side of the roads and lines. The drainage system. The most striking feature of the Harappan city was the well-planned drainage system. It shows their engineering skill. Every house has connected to the street drains. ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ ഇവിടെ പരാമർശിച്ചിട്ടുള്ളൂ. വിശദമായിട്ട് എസ് എ എഴുതേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിപ്പയർ ആൻ എസ് എ ഓൺ ദ മൗര്യൻ എംപയർ. മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ഒരു എസ് എ ആണ്. Mauryan Empire was founded by Chandragupta Maurya in the beginning of the 4th century BCE. Kaudilya's Ardhashastra, Megasthenes' Indica, Buddhist Jainist tradition, Vishagadatta's Mudra Rakshasam, and archaeological sources gave information about the Mauryan Empire. Ashoka was the most important ruler of Mauryan Empire. Ashoka and his policy of Dhamma. After the Battle of Kalinga, Ashoka followed the Buddhism and upset the policy of Dhamma. Respect and obedience to parents, teachers and elders, generosity towards Brahmins, etc. were the sum of the points of Ashoka policy of Dhamma. Mauryan Administration. Mauryan administration was an elaborate system of administration. King was the head of the state. There is a good provincial and local administration, military system, judiciary system, and efficient revenue system also. The functioning of the state was very smooth. We can compare the Mauryan administration to the present administrative system of India. Question number 41. Explain how Al-Biruni's accounts helped to understand medieval Indian society. മധ്യകാല ഇന്ത്യയെക്കുറിച്ച് അറിയാൻ അൽബറൂനിയുടെ രചനകൾ എങ്ങനെ സഹായകമാവുന്നു എന്നതാണ് ചോദ്യം. ആൻസർ. Al-Biruni was born in 1973 CE at Garizm in present-day Uzbekistan.
He arrived in Ghazni as a prisoner and he entered into the service of Sultan Mahmud. Kitab al-Hind was his famous book. It is a voluminous text having 80 chapters. It deals with the various subjects such as religion, philosophy, festivals, astronomy, alchemy, manners, customs, and social life, etc. Al-Biruni's discussion about the caste system. Al-Biruni compared Indian caste system to ancient Persia. His caste system was deeply influenced the study of Sanskrit text. Question number 42. Explain the role of Mahatma Gandhi in the nationalist movement. Special focus to non-cooperation movement and salt സത്യാഗ്രഹം. അപ്പോൾ നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനായി ഗാന്ധിജിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ചൊക്കെ കൊടുക്കുക. ഇവിടെ ഞാൻ ഗാന്ധി ആൻഡ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആൻഡ് ഹിസ് പ്രോഗ്രാംസ്. ദർ ഈസ് എ ടു aspect. One is the constructive programs, another one negative programs of non-cooperation movement. Promotion of Swadeshi, popularization of Khadi, establishment of national educational institution, promotion of communal harmony and removal of untouchability were the constructive programs of non-cooperation movement. Boycott of foreign goods, boycott of law courts, legislatures and schools, non-payment of taxes, surrender of honors and titles were the negative programs of non-cooperation movement. It was the first mass movement led by M.K. Gandhi and it is a very important movement, touched all the sections of society. However, in February 1922, a group of peasants attacked and set on fire a police station at Chauri Chaura in UP. 22 constables were burned alive in this incident. The act of violence forced Gandhi to withdraw the movement, to provoke the many of the national leaders. However, there is a very significant movement. There are the most important however the movement failed to achieve his programs, but there is number of significance to this non-cooperation movement. Next mass movement led by Gandhiji was the salt satyagraha. Civil disobedience movement was the another important mass movement led by Gandhiji. Gandhiji started his famous Dandi March on 12 March 1930. Together with 78 selected followers, Gandhiji began walking from Sabarmati Ashramam to the Dandi, a coastal village in Gujarat, and he made salt and violated the salt law. In Kerala, Payyannur was the center of the salt movement. There are number of notable reasons for the salt satyagraha, and it brought Mahatma Gandhi to world attention. The march was widely covered by the European and American press. The nationalist activities, especially in which women participated in large number. The Salt March made the British realize that the British Raj would not last forever. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ
അപഗ്രഥനം ഇവിടെ പൂർത്തിയാവുകയാണ്. ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും തന്നെ ഈ ഒരു അപഗ്രഥനത്തിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എസ്സേയുടെ ഭാഗം ഒന്നുകൂടെ നന്നായിട്ട് നിങ്ങൾ എഴുതി പഠിച്ച് തന്നെ എസ്സേ എഴുതണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.